ഓക്കെ, നമ്മളിന്ന് സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റാൻഡം വേരിയബിൾസിൻ്റെ കളക്ഷനാണ് സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ്. ജനറലായിട്ട് പറയുകയാണെങ്കിൽ റാൻഡം വേരിയബിൾസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേമാതിരി നമുക്ക് വേണമെങ്കിൽ എഴുതാം കളക്ഷൻ എക്സ്ചേൻ. അപ്പോൾ ഇവിടെ നമ്മളൊരു പുതിയ വേർഡ് വെക്കുകയാണ് റാൻഡം വേരിയബിൾ. സോ വാട്ട് ഈസ് മെന്റ് ബൈ റാൻഡം വേരിയബിൾ? അപ്പോൾ റാൻഡം വേരിയബിൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് ഇതിനെ കുറിച്ച് പറയേണ്ടി വരും. അപ്പോൾ എന്താണ് റാൻഡം എക്സ്പെരിമെൻറ്റ്? അതായത് റിസൾട്ട് സെർട്ടൺ അല്ലാത്ത, അതായത് ഒന്നിൽ കൂടുതൽ റിസൾട്ട്സ് പോസിബിൾ ആയിട്ടുള്ള ചില എക്സ്പെരിമെൻറ്റുകൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ടോസിങ് എ കോയിൻ. അപ്പോൾ അവിടെ ഹെഡ് വരാം, ടെയിൽ വരാം. കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഏതാണ് റിസൾട്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. അതുപോലെ ഡൈ ത്രോയിങ് എക്സ്പെരിമെൻറ്റ്. ഇപ്പോൾ ഡൈയിൽ നമുക്കറിയാം 1 2 3 4 5 6. അപ്പോൾ കോയിൻ ടോസിങ് an example. Another example is throwing a die. ഇവിടെ നമുക്ക് ഹെഡ് ടെയിൽ ഇതാണ് ഇവിടെ പോസിബിൾ ഔട്ട്കംസ്. ഇവിടുത്തെ പോസിബിൾ ഔട്ട്കംസ് 1 2 3 4 5 6. അപ്പോൾ കോയിൻ ടോസിങ് എക്സ്പെരിമെൻ്റ് ഈ റാൻഡം എക്സ്പെരിമെൻറ്റിനോട് ബന്ധപ്പെടുത്തി പറയുന്ന ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ, അതിനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റിനോട് റിലേറ്റ് ചെയ്തിട്ട് നമ്മളൊരു വേരിയബിൾ എക്സ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യണം. എക്സ് we define as equal to 0 if head appears, 1 if tail appears in the toes. Okay, അപ്പോൾ ഇവിടെ രണ്ട് പോസിബിൾ വാല്യൂസ് ആണ് എക്സിനുള്ളത്. എക്സിൻ്റെ പോസിബിൾ വാല്യൂസ് ആണ് പറയുന്നത്. നമ്മൾ അതിൻ്റെ സർട്ടനിറ്റി ഇല്ല. ഇപ്പോൾ ഡൈ ത്രോയിങ് എക്സ്പെരിമെൻറ്റിനോട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ എക്സ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യുകയാണ്. എക്സിൻ്റെ പോസിബിൾ വാല്യൂസ് 1 2 3 അങ്ങനെ 6 വരെ. അപ്പോൾ ഇഫ് 1 ഈസ് ഷോൺ ഓൺ ദി ഡൈ, ഓക്കെ. അപ്പോൾ ഇതേമാതിരി 2 ഈസ് ഷോൺ ഓൺ ദ ഡൈസ് ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 2. അപ്പോൾ ഈ ഡൈ ത്രോയിങ് എക്സ്പെരിമെൻറ്റിനോട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ഇത് എക്സ് ഇങ്ങനെ തന്നെ ഡിഫൈൻ ചെയ്യണമെന്നില്ല. വേറെ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വേരിയബിൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. y ഈക്വൽ ടു 0 ഇഫ് വി ഗെറ്റ് ആൻ ഈവൻ നമ്പർ ഓൺ ദി ഡൈസ്. നമ്പർ ഓൺ ദി ഡൈസ് 1 if we get an odd number on the dice. അപ്പോൾ ഇവിടെ നമ്മൾ വൈയുടെ വാല്യൂ നമുക്ക് രണ്ട് ഈ ഡൈ ത്രോ ചെയ്യുമ്പോൾ 2 കിട്ടിയാലും 3 2 കിട്ടിയാലും 4 കിട്ടിയാലും 6 കിട്ടിയാലും നമ്മൾ വൈയുടെ വാല്യൂ 0 എന്ന് വിളിക്കും. അപ്പോഴും ഇവിടെ അൺസർട്ടനിറ്റി ഉണ്ട്. ഇവിടെ ഉറപ്പില്ല. നമുക്ക് വൈയുടെ വാല്യൂ 0 ആവാം 1 ആവാം ഡിപ്പെൻഡിങ് ഓൺ ദി ഔട്ട്കം ഓഫ് ദി എക്സ്പെരിമെൻറ്റ്. അപ്പോൾ റാൻഡം എക്സ്പെരിമെൻറ്റിനോട് ബന്ധപ്പെടുത്തിയിട്ട് ദർ ഇസ് എ ഫംഗ്ഷൻ ദാറ്റ് അസൈൻസ് സം വാല്യൂ ടു ദി പോസിബിൾ ഔട്ട്കംസ് ഓഫ് ദി എക്സ്പെരിമെൻറ്റ്. ദാറ്റ് ഈസ് കോൾഡ് റാൻഡം വേരിയബിൾ. ഓക്കെ. അപ്പോൾ ഈ റാൻഡം വേരിയബിൾ ഇങ്ങനെ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് ഉണ്ടാക്കണമെങ്കിൽ എന്താണ് നമ്മളിവിടെ പറഞ്ഞത്? എന്താണ് കളക്ഷൻ ഓഫ് റാൻഡം വേരിയബിൾസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊരു കളക്ഷനായിട്ട് എപ്പോഴാണ് മാറുന്നത്? ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഈ കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. അതായത് നമ്മൾ ഓരോ മിനിറ്റിലും ഇഫ് വി ടോസ് എ കോയിൻ അറ്റ് ഈച്ച് മിനിറ്റ്, ഓരോ മിനിറ്റിലും നമ്മൾ ഈ കോയിൻ ടോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഔട്ട്കം നമ്മൾ ഫസ്റ്റ് മിനിറ്റിലെ x1 ഔട്ട്കം അത് x1 നോട്ട് ചെയ്തു. സോ ഇറ്റ് മേ ബി 0 or 1. സെക്കൻഡ് മിനിറ്റിലെ ഔട്ട്കം x2 നോട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ
മിനിറ്റ് ഇങ്ങനെ മുന്നോട്ട് പോകും തോറും നമുക്ക് x1 x2 x3 അങ്ങനെ പോകുന്നു. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഫസ്റ്റ് ടോസിൽ കോയിൻ ടോസിങ്ങിൻ്റെ റിസൾട്ട് x1, സെക്കൻഡ് ടോസിൻ്റെ റിസൾട്ട്, തേർഡ് ടോസിൻ്റെ റിസൾട്ട്, അങ്ങനെ ആയാലും മതി. അപ്പോൾ ഒരു കളക്ഷൻ ഇങ്ങനെ നമുക്ക് ഇവോൾവ് ചെയ്യുന്നത് കാണാം. ഈ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനറലി സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് എന്ന് നമ്മൾ. വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാനിങ്ങനെ ഡിഫൈൻ ചെയ്യണം, xt ഈക്വൽ ടു ദി നമ്പർ ഓഫ് ഇൻകമിങ് കോൾസ് to my cell phone between 0 and t. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ സെൽഫോണിലേക്ക് വരുന്ന കോൾസിൻ്റെ എണ്ണം നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് xt. ഫോർ എക്സാമ്പിൾ നമ്മൾ 10 AM അത് നമ്മൾ ടൈം 0 ആയിട്ട് എടുത്തു. എന്നിട്ട് നമ്മൾ ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പോൾ എക്സ് 10:30 കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കൊരു നമ്പർ ഉണ്ട്. അതെന്താണ്, 10 AM 10:30 AM ഇടയിൽ എൻ്റെ സെൽഫോണിലേക്ക് എത്ര കോൾസ് വന്നു, അതാണ് ഞാൻ x10:30 നോട്ട് ചെയ്യാൻ പോകുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് ഇതേമാതിരി 0t എന്നുള്ള രീതിയിൽ x30 മിനിറ്റ്സിൽ എടുക്കാം. അപ്പോൾ ഈ രീതിയിൽ ഞാൻ ഒരു ഡാറ്റ എടുക്കുകയാണെങ്കിൽ എനിക്കവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇൻ പ്രാക്ടീസിൽ അത് പോസിബിൾ ആയിരിക്കില്ല. കാരണം നമ്മളൊരു ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ഡാറ്റ എടുക്കാന്ന് പറയുമ്പോൾ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. നമ്മൾ സാമ്പിൾ ചെയ്യാണ് ചെയ്യുക. മേ ബി നമ്മൾ ഓരോ മിനിറ്റിലും സാമ്പിൾ ചെയ്യുമ്പോൾ പ്രാക്ടിക്കലി ഇത് പോസിബിൾ അല്ലെങ്കിലും തിയറിറ്റിക്കലി നമ്മൾ പറയുമ്പോൾ ദിസ് ഇസ് എ കണ്ടിന്യൂസ് കളക്ഷൻ xt. നേരത്തെ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ഡോസിലെ റിസൾട്ട്, സെക്കൻഡ് ഡോസിലെ റിസൾട്ട്, അങ്ങനെ ടൈം ഇവോൾവ് ചെയ്യുമ്പോൾ അവിടെ ടൈമിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്. അത്തരം അവിടെ ടൈം നമ്മൾ പറയും ഡിസ്ക്രീറ്റ് ടൈം എന്ന് പറയും. ഇവിടെ നമ്മൾ പറയും കണ്ടിന്യൂസ് ടൈം എന്ന് പറയും. അപ്പോൾ രണ്ട് ടൈപ്പ് സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് ഇവിടെ നമ്മൾ കാണുന്നു. സമയത്തിനെ ബന്ധപ്പെടുത്തിയിട്ട് xn ഡിസ്ക്രീറ്റ് ടൈം സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് കളക്ഷൻ xn, അത് ഇതേമാതിരി ഇവോൾവ് ചെയ്യുന്ന ഒരു കളക്ഷൻ ആയിരിക്കും. അതേമാതിരി കണ്ടിന്യൂസ് ടൈം സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് അത് കളക്ഷൻ xt. ഓക്കെ, ഇനി ഇവിടെ പോസിബിൾ വാല്യൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തത് 0 if we get a head, 1 if we get a tail. ആ രീതിയിലാണ് നമ്മൾ രണ്ട് പോസിബിൾ വാല്യൂസ് ആണ് ഓരോ xiക്കും ഇവിടെ ഉള്ളത്. x2ൻ്റെ പോസിബിൾ വാല്യൂസും 0 അല്ലെങ്കിൽ 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് പോസിബിൾ വാല്യൂസ് 0 or 1. ഇതിൻ്റെ കേസിലാണെങ്കിലോ എന്താണ്, നമ്പർ ഓഫ് ഇൻകമിങ് കോൾസ് ടു മൈ സെൽഫോൺ ബിറ്റ്വീൻ ഡ്യൂറിങ് ആൻ ഇൻ്റർവെൽ. അപ്പോൾ അവിടെ അങ്ങനെയാണ് ടൈം കണ്ടിന്യൂസ് ആയത്. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ എനിക്ക് എത്ര കോൾസ് വന്നു, ആ നമ്പർ ഓഫ് കോൾസ് 0 ആവാം, 1, 2, 3 അങ്ങനെ പോവാം. ഇവിടെ എന്താ പ്രത്യേകത, ഇവിടെ ഇതിന് ബൗണ്ടില്ല. ഇത് നമുക്ക് വേണമെങ്കിൽ ഇൻഫിനിറ്റ് എന്ന് പറയാം. പക്ഷേ ഏത് രീതിയിലുള്ള ഇൻഫിനിറ്റ്, കൗണ്ടബിളി ഇൻഫിനിറ്റ് ആയിട്ടുള്ള പോസിബിൾ വാല്യൂസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെയാണെങ്കിൽ ഫൈനൈറ്റ് വാല്യൂസ്. അപ്പോൾ ഈ റാൻഡം വേരിയബിൾസിൻ്റെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഫസ്റ്റ് ഡിസ്ക്രീറ്റ് ടൈം സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ് ആയാലും കണ്ടിന്യൂസ് ടൈം സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ് ആയാലും ഈ രണ്ട് എക്സാമ്പിളിലും പോസിബിൾ വാല്യൂസിൻ്റെ എണ്ണം ഒന്നുകിൽ ഫൈനൈറ്റോ അല്ലെങ്കിൽ കൗണ്ടബിളി ഇൻഫൈനൈറ്റോ ആണ്. അതായത് ഈ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സിൻ്റെ പോസിബിൾ വാല്യൂസിൻ്റെ കളക്ഷനെ നമ്മൾ സ്റ്റേറ്റ് സ്പേസ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? സ്റ്റേറ്റ് സ്പേസ്. ആ സ്റ്റേറ്റ് സ്പേസിൻ്റെ നേച്ചർ എങ്ങനെയാണ്? ദാറ്റ് ഇസ് എ ഡിസ്ക്രീറ്റ് സെറ്റ്. ഡിസ്ക്രീറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിബിൾ വാല്യൂസ് ഒന്നുകിൽ ഫൈനൈറ്റ് ആവും ഇതേമാതിരി, അല്ലെങ്കിൽ കൗണ്ടബിളി എണ്ണാൻ പറ്റും നമുക്ക്. കൗണ്ടബിളി ഇൻഫൈനൈറ്റ് പോസിബിൾ വാല്യൂസ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആവുക. അപ്പോൾ നമ്മൾ അതിനെ ഡിസ്ക്രീറ്റ് സ്റ്റേറ്റ് സ്പേസ് സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ് എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ രണ്ട് എക്സാമ്പിളും ഡിസ്ക്രീറ്റ് സ്റ്റേറ്റ് സ്പേസ് സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സുകളാണ്. അപ്പോൾ ഇതേമാതിരി കണ്ടിന്യൂസ് സ്റ്റേറ്റ് സ്പേസ് സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് ഉണ്ടോ? അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ ഇത് പറഞ്ഞ മാതിരി ഇത് ഈ നമ്പർ ഓഫ് ഇൻകമിങ് കോൾസ്, അതിന് പകരം
the average temperature at Thrissur between അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത? ടെമ്പറേച്ചറിൻ്റെ പോസിബിൾ വാല്യൂസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫൈനൈറ്റോ അല്ലെങ്കിൽ കൗണ്ടബിളി ഇൻഫൈനൈറ്റോ അല്ല. ടെമ്പറേച്ചർ എന്നുള്ള റാൻഡം വേരിയബിൾ, ആ വേരിയബിളിൻ്റെ പ്രത്യേകത അതിൻ്റെ പോസിബിൾ വാല്യൂസ് കണ്ടിന്യൂസ് ആവാം, അതായത് അൺകൗണ്ടബിൾ ആവാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പോസിബിൾ വാല്യൂസ് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ് മോസ്റ്റ് പ്രോബബ്ലി ഇതിൻ്റെ വാല്യൂസ് ഒരു 20ക്കും തീർച്ചയായിട്ടും കടത്തി പറയുകയാണെങ്കിൽ 20ക്കും 50ക്കും ഇടയിലുള്ള ഏത് പോസിബിൾ വാല്യൂസും ഇതിന് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി 0 വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ 0ക്കും 50ക്കും ഇടയിലുള്ള ഏത് പോസിബിൾ വാല്യൂസ് ഇതിന് പ്രോബബിൾ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പോസിബിൾ വാല്യൂസിൻ്റെ പ്രത്യേകത എന്താണ്? അതൊരു റേഞ്ചിലാണ് വരുന്നത്, തിയററ്റിക്കലി റേഞ്ചിലാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് മെഷർ ചെയ്യുമ്പോൾ ഇയാൾ എന്തുമാതിരിയാവും, ഡിസ്ക്രീറ്റ് മാതിരിയായി പരിണമിക്കുമെങ്കിലും തിയറിറ്റിക്കലി നമുക്ക് ഇതിനെ എന്താണെന്ന് വിളിക്കാം, ഇതിൻ്റെ പോസിബിൾ വാല്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് വരാം. ഓക്കെ, ഇതേമാതിരി നമുക്ക് ഇങ്ങനെയും വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. XN ഈക്വൽ ടു ആവറേജ് ടെമ്പറേച്ചർ അറ്റ് Thrissur ഓൺ nth ഡേ. അപ്പോൾ നമ്മൾ ഒരു ഒബ്സർവേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ജനുവരി 1 ഒരു ഒബ്സർവേഷൻ സ്റ്റാർട്ട് ചെയ്തു, X1 ജനുവരി 1, X2 ജനുവരി 2, അങ്ങനെ പോകുമ്പോൾ ഡേറ്റ്സ് പുരോഗമിക്കും തോറും നമുക്ക് ഒരു കളക്ഷൻ ഓഫ് റാൻഡം വേരിയബിൾസ് വരും. അതെങ്ങനെ എത്തരം കളക്ഷൻ ആയിരിക്കും? ഡിസ്ക്രീറ്റ് കളക്ഷൻ ആയിരിക്കും. അപ്പോൾ ഡിസ്ക്രീറ്റ് സ്റ്റോക്കാസ്റ്റിക് പ്രോസസ് വരും. അതിൻ്റെ പോസിബിൾ വാല്യൂസ് എന്താണ്? ആവറേജ് ടെമ്പറേച്ചർ ആയതുകൊണ്ട് അതിൻ്റെ പോസിബിൾ വാല്യൂസ് ഇതേമാതിരി ഒരു കണ്ടിന്യൂസ് റേഞ്ചിൽ വരുന്ന വിചാരിക്കും. അപ്പോൾ ഇത് ഒരു കണ്ടിന്യൂസ് സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്സ് വിത്ത് കണ്ടിന്യൂസ് സ്റ്റേറ്റ് സ്പേസ്. അപ്പോൾ ഇവിടെ എന്താണ്? കണ്ടിന്യൂസ് സ്റ്റേറ്റ് സ്പേസ്. ഇത് ഒരു ഡിസ്ക്രീറ്റ് സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്സ് വിത്ത് കണ്ടിന്യൂസ് സ്റ്റേറ്റ് സ്പേസ്. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് stochastic process with the continuous state space, discrete stochastic process with the continuous state space. അപ്പോൾ ജനറലി 4 ടൈപ്പ് സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്സ് നമുക്ക് വരാം. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ടൈമിൻ്റെ സെറ്റിനെ ഇൻഡെക്സ് സെറ്റ് എന്ന് വിളിക്കാം, I എന്ന് വിളിക്കാം. അതുപോലെ സ്റ്റേറ്റ് സ്പേസിൻ്റെ സെറ്റിന് E എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻഡെക്സ് സെറ്റ്, ടൈമിൻ്റെ ആ സെറ്റ് അത് ഡിസ്ക്രീറ്റ് ആവാം ഇതേമാതിരി, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആവാം. അതുപോലെ സ്റ്റേറ്റ് സ്പേസ്, അതായത് പോസിബിൾ വാല്യൂസ്, റാൻഡം വേരിയബിൾസിൻ്റെ പോസിബിൾ വാല്യൂസും നമുക്ക് ഡിസ്ക്രീറ്റ് വരാം, കണ്ടിന്യൂസ് വരാം. ഇതനുസരിച്ച് നമുക്ക് 4 കാറ്റഗറിയിലുള്ള സ്റ്റോക്കാസ്റ്റിക് പ്രോസസ് വരും. ഇപ്പോൾ ഇവിടെ എന്താണ് ഈ കാറ്റഗറി? ഡിസ്ക്രീറ്റ് ടൈം, ഡിസ്ക്രീറ്റ് സ്റ്റേറ്റ് സ്പേസ് സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്. ഇത് കണ്ടിന്യൂസ് ടൈം, ഡിസ്ക്രീറ്റ് സ്റ്റേറ്റ് സ്പേസ് ഇവിടെ വരും. കണ്ടിന്യൂസ് ടൈം, ഡിസ്ക്രീറ്റ് സ്റ്റേറ്റ് സ്പേസ്. ഇവിടെ എന്ത് വരും? ഡിസ്ക്രീറ്റ് ടൈം, കണ്ടിന്യൂസ് സ്റ്റേറ്റ് സ്പേസ്. ഈ ടൈപ്പ് എന്താ വരിക? കണ്ടിന്യൂസ് ടൈം, കണ്ടിന്യൂസ് സ്റ്റേറ്റ് സ്പേസ്. ഓക്കെ.